ഹലോ CA സ്റ്റുഡൻസ്, ഓഡിറ്റിലെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെക്കാം എന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 200 സീരീസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 700 സീരീസാണ്. ഈ സീരീസ് ഓർത്ത് വെക്കാൻ പലർക്കും പാടാണ്. എന്നാൽ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഫ്രണ്ട്ഷിപ്പ് കഥയിലൂടെ ഓർത്ത് വെക്കാൻ പോവുകയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. കുറച്ച് കൂട്ടുകാർ ചേർന്ന് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തു. എല്ലാവരുടെയും കയ്യിൽ നിന്നും 700 രൂപ വീതം പിരിപ്പിച്ച് ബഡ്ജറ്റ് ഉണ്ടാക്കി. ട്രിപ്പ് എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒപ്പീനിയൻ ചോദിച്ചു. ഇതിൽ നിന്നാണ് SA-700, അതായത് ഫോമിംഗ് ആൻഡ് ഒപ്പീനിയൻ ആൻഡ് റിപ്പോർട്ടിംഗ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതായത് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഓഡിറ്റർ തൻ്റെ ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിനെ കുറിച്ചാണ് SA-700 പറയുന്നത്. അങ്ങനെ അവർ പ്ലാനിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ അതാ ഡ്രൈവർ വിളിക്കുന്നു. കാറിൻ്റെ കീ കാണാനില്ല എന്നുള്ള കാര്യം അവരുടെ ഡ്രൈവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് SA-701, അതായത് കമ്മ്യൂണിക്കേറ്റിംഗ് കീ ഓഡിറ്റ് മാറ്റേഴ്സ് ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അതായത് ഓഡിറ്റിനിടയിൽ കണ്ടെത്തുന്ന കീ ഓഡിറ്റ് മാറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് SA-701 വ്യക്തമാക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്ന് കീ കണ്ടുപിടിച്ച് അങ്ങനെ യാത്ര തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവരറിയുന്നത് പെട്രോളിന് 5 രൂപ കൂടിയിട്ടുണ്ട്. അതിനാൽ അവർ ആദ്യം തീരുമാനിച്ച ബഡ്ജറ്റിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തി 5 രൂപ കൂടി കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. അതായത് 705 ആയപ്പോൾ, അതായത് SA-705 മോഡിഫിക്കേഷൻ ടു ദ ഒപ്പീനിയൻ ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. അതായത് സാഹചര്യങ്ങൾക്കനുസരിച്ച് അൺക്വാളിഫൈഡ് അഭിപ്രായത്തിൽ മാറ്റം വരുത്തി ക്വാളിഫൈഡ്, അഡ്വേഴ്സ് അല്ലെങ്കിൽ ഡിസ്ക്ലൈമർ ഓഫ് ഒപ്പീനിയൻ നൽകേണ്ടത് എപ്പോഴെന്ന് SA-705 പറയുന്നു. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരു 6 ലൈനുള്ള ഒരു പ്രത്യേകതരം ഒരു പാലം കണ്ടു. അതിനെക്കുറിച്ച് അവർ എംഫസൈസ് ചെയ്തു. അതായത് SA-706 എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്സ് ആൻഡ് അതർ മാറ്റർ പാരഗ്രാഫ്സ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ഓഡിറ്റർ ഈ പാരഗ്രാഫാണ് ഉപയോഗിക്കുന്നത്. യാത്രയിൽ അവർ 10 പുതിയ ടൂറിസ്റ്റ് സ്ഥലം കൂടി സന്ദർശിച്ചു. ഈ സ്ഥലങ്ങളെല്ലാം മുമ്പ് പോയ സ്ഥലങ്ങളുമായി കമ്പയർ ചെയ്തു. ഇതാണ് SA-710, അതായത് കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ കറസ്പോണ്ടിങ് ഫിഗേഴ്സ് ആൻഡ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് പീരീഡിലെ ഫിഗേഴ്സ് വെച്ച് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ എങ്ങനെ കമ്പയർ ചെയ്യണമെന്നതാണ് SA-710 വിശദീകരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി അവൻ്റെ ബ്രദറിൻ്റെ അടുത്ത് 20 മിനിറ്റ് സംസാരിച്ചു. എന്താ പറയുക സംസാരിച്ച്? ട്രിപ്പിൻ്റെ കാര്യങ്ങളല്ല, അതർ ഇൻഫർമേഷൻസ്. അതായത് SA-720 ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് റിലേറ്റിംഗ് ടു അതർ ഇൻഫർമേഷൻ. ഓഡിറ്റ് ചെയ്ത് പ്രധാന കണക്കുകൾക്ക് പുറമെ ആനുവൽ റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്ന അതർ ഇൻഫർമേഷൻസും ഓഡിറ്റർ പരിശോധിക്കണം. അതിൽ ഒരു മറ്റീരിയൽ ഇൻകൺസിസ്റ്റൻസിയും ഇല്ല എന്ന് ഓഡിറ്റർ ഉറപ്പാക്കണം. ഇതാണ് SA-720 വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത്രയാണ് 700 സീരീസ് ഉള്ളത്. ഇതൊന്ന് ക്വിക്കായി റിവൈസ് ചെയ്ത് നോക്കാം. SA-700 ബഡ്ജറ്റ്, ഫോമിംഗ് ആൻഡ് ഒപ്പീനിയൻ. SA-701 കീ ഓഡിറ്റ് മാറ്റേഴ്സ്, അതായത് കാറിൻ്റെ കീ കാണാത്തത്. SA-705 മോഡിഫിക്കേഷൻ ടു ഒപ്പീനിയൻ, പെട്രോളിന് 5 രൂപ കൂടിയപ്പോൾ മാറ്റം വരുത്തി. നെക്സ്റ്റ് SA-706 എംഫസിസ് ഓഫ് മാറ്റേഴ്സ്. നെക്സ്റ്റ് 710, അതായത് കമ്പാരിറ്റീവ് ഇൻഫർമേഷൻസ്. SA-720 അതർ ഇൻഫർമേഷൻ. ഈ ട്രിക്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും CA പഠിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്.